ഹലോ. ഈ അടുത്ത കാലത്ത് വായനയ്ക്കിടയിൽ എപ്പോഴോ കണ്ണിലുടക്കിയ ചില വരികളുണ്ട്. അത് സ്നേഹത്തെക്കുറിച്ചാണ്. നിങ്ങൾ ഒരിക്കലും മനുഷ്യരെ സ്നേഹിക്കരുത്. നിങ്ങൾ ആത്മാക്കളെ പ്രണയിക്കണം. കാരണം എന്നും നിലനിൽക്കുന്നത് ആത്മാവ് മാത്രമാണ്. സ്നേഹമോ പ്രണയമോ അത് വ്യവസ്ഥകളില്ലാത്തതും ആഴമുള്ളതുമാകണമെങ്കിൽ മനുഷ്യരുടെ ബാഹ്യരൂപങ്ങളെ അല്ല, അവരുടെ ആത്മാക്കളെ സ്നേഹിക്കാൻ നിങ്ങൾ ശീലിക്കണം. എന്തൊരാഴമുള്ള ചിന്തയാണല്ലേ. പലപ്പോഴും നമ്മുടെ സ്നേഹങ്ങളൊക്കെ തേടുന്നത് മനുഷ്യരുടെ ബാഹ്യമായ പ്രകൃതങ്ങളെയാണ്, അവരുടെ ഗുണഗണങ്ങളെയാണ്. കാഴ്ചയ്ക്ക് ഭംഗിയുള്ളത് എന്ന് തോന്നുന്നതിനെയൊക്കെ സ്വന്തമാക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കും. എന്നാൽ ഒരിക്കൽ ശാരീരികമായ ഈ ഗുണഗണങ്ങളോ കാഴ്ചയ്ക്ക് സുന്ദരമായതൊക്കെ ശരീരത്തിൽ നിന്ന് വേർപെട്ടാൽ മനുഷ്യർ പരസ്പരം വെറുക്കാൻ തുടങ്ങും. സ്നേഹം അല്ലെങ്കിൽ പ്രണയം എന്ന് കേൾക്കുമ്പോൾ ഒരു വ്യക്തിക്ക്, ഒരു പുരുഷന് ഒരു സ്ത്രീയോടോ ഒരു സ്ത്രീക്ക് പുരുഷനോടോ തോന്നുന്ന ഒരു വികാരമായി മാത്രം നീ സങ്കല്പിച്ച് തുടങ്ങരുത് കേട്ടോ. ഈ മനുഷ്യകുലത്തിൽ പിറന്ന ഏത് മനുഷ്യരോടും നമുക്കുണ്ടാവേണ്ടുന്നത് സ്നേഹവും പ്രണയവും ഒക്കെ തന്നെയാണ്. അത് അച്ഛനോടായാലും അമ്മയോടായാലും സൗഹൃദങ്ങളിലായാലും വിശാലമായ അർത്ഥത്തിൽ ആ സ്നേഹത്തെ നാം കാണേണ്ടതുണ്ട്. ഏത് മനുഷ്യബന്ധങ്ങളിലും നമുക്ക് വേണ്ടത് ഹൃദയത്തെ ഹൃദയം കൊണ്ട് തൊടാനുള്ള കഴിവാണ്. ആത്മാവിനെ ദേവാലയം പോലെ കണ്ട് സ്നേഹിക്കാനുള്ള കഴിവാണ്. നമ്മളിൽ വളരെയധികം മനുഷ്യരുടെയും നോട്ടങ്ങൾ എപ്പോഴും ശരീരത്തിൻ്റെ അഴകളവുകളിലേക്കാണ്. സൗന്ദര്യത്തിൻ്റെ മാനദണ്ഡങ്ങൾ നമ്മുടെ കണ്ണുകളുടെ കാഴ്ചകളിലൂടെ നമ്മൾ വിലയിരുത്തുമ്പോൾ പലപ്പോഴും മനുഷ്യരുടെ ആത്മാക്കളെ നമ്മൾ സ്പർശിക്കാതെ പോകുന്നുണ്ട്. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം പല സ്നേഹബന്ധങ്ങൾക്കും അധികം ആയുസ്സില്ലാത്തത്. ശരീരം കണ്ടു മോഹിച്ച് സ്നേഹബന്ധങ്ങളിലേക്ക് ഏർപ്പെടുന്ന മനുഷ്യർ ആത്മാവിൻ്റെ ഉള്ളിലെ സംഗീതത്തെ തിരിച്ചറിയാതെ പോവുകയാണ്. ശംഖിനുള്ളിലെ ഓംകാരനാദം പോലെ ഒരു സ്ത്രീയുടെ ഉള്ളിലെ ആത്മാവിനെ തൊട്ടുണർത്താൻ കഴിവുള്ളവനാണ് യഥാർത്ഥ പുരുഷൻ എന്നൊരു ചിന്തയുണ്ട്. നമുക്കറിയാമല്ലോ, ഒരു ശംഖ് ഒരിക്കലും സ്വയമേവ ഓംകാര ശബ്ദം പുറപ്പെടുവിക്കാറില്ല. ഒരാൾ അതിനെ അയാളുടെ കരങ്ങളിലെടുത്ത് തൻ്റെ പ്രാണവായു ആ ശംഖിനുള്ളിലേക്ക് നിക്ഷേപിച്ച് സ്വരമായി പുറത്തെടുക്കുന്നുണ്ട്. എല്ലാ ബന്ധങ്ങളിലും അങ്ങനെയാണ്. സ്നേഹത്തിൻ്റെ ഒരു ഊതി ഉണർത്തൽ എല്ലാ മനുഷ്യബന്ധങ്ങൾക്കും ആവശ്യമാണ്. അതിന് ആത്മാവിൻ്റെ ആഴങ്ങളോളം തൊടാനുള്ള കഴിവ് ഉണ്ടാകേണ്ടതും അനിവാര്യതയാണ്. ശരീരമോ ബാഹ്യമായ ഗുണഗണങ്ങളോ തേടി നമ്മൾ പോയാൽ ഈ സ്നേഹങ്ങളൊക്കെ നമുക്ക് മടുപ്പുകളായി മാറും. അതുകൊണ്ടാണ് ജീവിതാവസാനം വരെ കൂടെ ഉണ്ടാകാമെന്ന് വാഗ്ദാനം ചെയ്ത പലരും പാതി വഴിയിൽ നമ്മെ ഉപേക്ഷിച്ചു പോയത്. അതിൽ തളരുകയോ സങ്കടപ്പെടുകയോ വേണ്ട. കാരണം സ്നേഹത്തിൻ്റെ ആഴമുള്ള അർത്ഥങ്ങളെ അവർ തിരിച്ചറിഞ്ഞിട്ടില്ല. പണ്ടൊരിക്കൽ ഇംഗ്ലീഷ് കവിയായ ആൽഫ്രഡ് ലോർഡ് ടെന്നിസൺ ഇപ്രകാരം എഴുതിയിട്ടുണ്ട്: മെൻ മേ കം, മെൻ മേ ഗോ, ബട്ട് ഐ മേ ഗോ ഓൺ ഫോർ എവർ. അതിൻ്റെ അർത്ഥം എന്താണെന്ന് നിനക്ക് മനസ്സിലായില്ലേ? ആളുകൾ വരും, അവർ പോകും. പക്ഷേ ഒരിക്കലും അവസാനമില്ലാത്ത ഒരു സത്യമുണ്ട്. അത് തുടർന്നുകൊണ്ടേയിരിക്കും. ആ സത്യത്തിൻ്റെ പേരാണ് ആത്മാവ്. അത് യുഗങ്ങളോളം സഞ്ചരിക്കും. എല്ലാ മതങ്ങളും എല്ലാ വിശ്വാസങ്ങളും നമ്മെ പഠിപ്പിക്കുന്നത് ആത്മാവിന് മറ്റൊരു ജീവിതാവസ്ഥയുണ്ടെന്നാണ്. അതിനെ മോക്ഷമെന്നോ പുനർജന്മമെന്നോ അല്ലെങ്കിൽ ദൈവത്തിൽ ലയിക്കുന്നുവെന്നോ ദൈവത്തോട് ചേരുന്നുവെന്നോ നിന്റെ വിശ്വാസങ്ങൾ നിന്നോട് പറയുന്നുണ്ടാകാം. പക്ഷെ അപ്പോഴെല്ലാം അവരെല്ലാം നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആത്മാവിന് ഒരു ദീർഘായുസ്സുണ്ട്. ശരീരം മണ്ണിനോട് ചേർക്കപ്പെടാം, ശരീരം പട്ടടയിൽ വെച്ച് കത്തിക്കപ്പെടാം, പക്ഷേ നാശമില്ലാത്ത ആത്മാവുണ്ട്. ഈ നാശമില്ലാത്ത ആത്മാവിനെ സ്പർശിക്കാനുള്ള കഴിവാണ് സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ മികവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ശരീരം കണ്ട് ഒന്നും ആരെയും സ്നേഹിക്കരുത് കേട്ടോ. വേദഗ്രന്ഥത്തിലെ ഏറ്റവും സുന്ദരമായൊരു ഭാഗം വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയോട് നസ്രായൻ പുലർത്തുന്ന കരുണയുടെ ഇതിവൃത്തമാണ് കേട്ടോ. കൂട്ടത്തിലുള്ളവരൊക്കെ പറഞ്ഞു, അവൾ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളാണ്. ഒരു പക്ഷേ അവളോടൊപ്പം കിടക്ക പങ്കിട്ടവരും അവളുടെ ശരീരത്തിന് വേണ്ടി കഴുകൻ കണ്ണുകളോടുകൂടി നോക്കിയവരും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. മഹാമൗനിയായ ഗുരു നിലത്തെഴുതിക്കൊണ്ടിരുന്നുവെന്നാണ് തിരുലിഖിതങ്ങൾ പറയുന്നത്. എന്നിട്ട് പറഞ്ഞു അത്രേ: നിങ്ങളിൽ പാപം ചെയ്യാത്തവർ അവളെ കല്ലെറിയട്ടെ. ആരും അവളെ ഒന്നും ചെയ്തില്ല എന്നും പറയുന്നുണ്ട്. അതുവരെ എല്ലാവരും അവളുടെ ശരീരത്തെയാണ് മോഹിച്ചതെങ്കിൽ നസ്രായൻ മാത്രം അവളുടെ ആത്മാവിനെ പ്രണയിച്ചു. അത് അവൻ സ്വന്തമാക്കുകയും ചെയ്തു. നമ്മുടെ ഈ ശരീരങ്ങളുണ്ടല്ലോ, അതിന് വൈരൂപ്യങ്ങൾ നേരിടാം, ജരാനരകൾ ബാധിക്കാം.
അപ്പോഴൊക്കെ പാതി വഴിയിൽ നമ്മെ ഉപേക്ഷിച്ച് പോകുന്നതൊന്നും യഥാർത്ഥ സൗഹൃദങ്ങളല്ല കേട്ടോ, സ്നേഹവുമല്ല. നീയെങ്കിലും ആരെയെങ്കിലും പ്രണയിച്ചു തുടങ്ങുമ്പോൾ, സ്നേഹിച്ചു തുടങ്ങുമ്പോൾ, അത് ആരുമായിക്കൊള്ളട്ടെ, അവരുടെ ആത്മാവിനെ തൊടാനുള്ള കഴിവ് നിനക്കുണ്ടോ എന്ന് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ഹൃദയത്തെ അറിയുന്നതാണ് സ്നേഹം. അതൊരു വിശ്വാസമാണ്. നിന്റെ സ്നേഹാന്വേഷണ യാത്രകളൊക്കെ തുടരട്ടെ. നിനക്ക് മുന്നോട്ട് പോകാനാകും, തെറ്റിപ്പോയെങ്കിലും തിരുത്താനുമാകും. അപ്പോൾ സ്നേഹത്തോടെ ഹൃദയപൂർവ്വം നിനക്കെല്ലാ ആശംസകളും. കൂടെയുണ്ട് കേട്ടോ, കൂട്ടിനും. പിന്നെ എൻ്റെ പ്രാർത്ഥനയും.